പരിണയം. പതിയെ അക്ഷിതിന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ആരോഹി നേരെ നോക്കിയത് സിദ്ധാർത്ഥിന്റെ അമ്മയുടെ മുഖത്തേക്കാണ്. അവരുടെ മുഖത്തെ നിറഞ്ഞ സന്തോഷം കണ്ടപ്പോ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാനിത് ബില്ല് ചെയ്തിട്ട് വരാം ആന്റി. അത്രയും പറഞ്ഞുകൊണ്ട് ആരോഹി ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് നടന്ന് അക്ഷിതിന്റെ അടുത്തേക്ക് വന്നു. എടാ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചപ്പോ അക്ഷിത് കാര്യം പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സിദ്ധാർത്ഥ് അക്ഷിനോട് പറഞ്ഞപ്പോൾ അക്ഷിതിന്റെ മുഖം കൂടുതൽ രൂക്ഷമായി സിദ്ധാർത്ഥിന് നേർക്ക് നീണ്ടു. ഓ, നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കട്ടെ. 5 മിനിറ്റ് പറ്റില്ല സിദ്ധു. ഓൾറെഡി ഓഫീസ് ടൈം കഴിയാറായി. അതിനു മുമ്പ് പഞ്ച് ചെയ്തിട്ട് വേണം അവൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. എടാ, അതൊക്കെ ഓക്കെ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സംസാരിച്ചിട്ട് വരാം. ഉം, എന്തെങ്കിലും ആവട്ടെ, നീ പോയി സംസാരിക്കും. പിന്നെ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അക്ഷിത് ഒരു താക്കീത് പോലെ സിദ്ധാർത്ഥനോട് പറഞ്ഞു. എടാ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നോ പ്രോബ്ലം. അപ്പോഴേക്കും ആരോഹി ബില്ല് ചെയ്ത് സാധനവും വാങ്ങി നേരെ അക്ഷിതിന്റെ അടുത്തേക്ക് വന്നു. നമുക്ക് പോകാം സർ. ഉം, പോകാം. അതും പറഞ്ഞ് ആരോഹി അക്ഷിതും പുറത്തേക്ക് നടന്നു. ആരോഹി, സിദ്ധാർത്ഥിന് തന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പെട്ടെന്ന് അക്ഷിത് പറഞ്ഞതും ആരോഹി അതീവ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. താൻ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? അക്ഷിത് അത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം സിദ്ധാർത്ഥ് അവർക്കടുത്തേക്ക് വന്നു. അക്ഷിത് പതിയെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവന്റെ ആ പോക്ക് നോക്കി ആരോഹി അവിടെ തന്നെ നിന്നതും സിദ്ധാർത്ഥ് അവളോട് സംസാരിച്ചു തുടങ്ങി. ഹായ് ആരോഹി. കൈകൊണ്ട് അവളെ ഹായ് ഒക്കെ കാണിച്ച് സംസാരിക്കുന്ന സിദ്ധാർത്ഥനെ ആരോഹി ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യത്തോടെ നോക്കി. എടോ, താൻ ഇത്രയും നെർവസ് ആകണ്ട. ഓഫീസിൽ കറക്റ്റ് ടൈമിങ്ങിനൊക്കെ ചെല്ലാൻ പറ്റും. ഞാൻ ഓൾറെഡി അക്ഷിയോടത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്ഷി വഴക്ക് പറയുന്നതാണ് തന്റെ ടെൻഷനെങ്കിൽ അത് വേണ്ട. ഒരുപക്ഷെ ഓഫീസിൽ ചെല്ലാൻ ഇനിയും ലേറ്റ് ആകുമെന്ന് ഓർത്താണ് അവൾ ഈ ദേഷ്യം കാണിക്കുന്നതെന്നാണ് സിദ്ധാർത്ഥ് കരുതിയത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതും. അതുകൂടി കേട്ടതോടെ ആരോഗ്യാകെ വല്ലാതായി. അവൻ ഇതിന് കൂട്ടു നിൽക്കുകയാണെന്നറിയേ അവളുടെ തൊണ്ടക്കുഴി വരെ ഒരു വിങ്ങൽ വന്ന് എത്തി നിന്നു. എടോ, ഞാൻ അക്ഷയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞു തുടങ്ങിയതും അവനെ മുഴുവിപ്പിക്കാൻ കൂട്ടാക്കാതെ ആരോഗ്യ പറഞ്ഞു. അക്ഷിത് സാർ പറഞ്ഞതിനുള്ള മറുപടിയും ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, അതൊക്കെ അവൻ എന്നോട് പറഞ്ഞു. എടോ, തനിക്ക് ഒന്നുകൂടി ആലോചിച്ചുകൂടെ? ഇതൊക്കെ ഇങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ നല്ലതുപോലെ ഒന്ന് മനസ്സിരുതി ആലോചിച്ചിട്ട് താൻ നല്ലതുപോലെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചിട്ട് എന്നോടൊരു മറുപടി പറഞ്ഞാൽ മതി. പിന്നെ താൻ ഇതേക്കുറിച്ച് അക്ഷിതിനോട് പറഞ്ഞ മറുപടി ഞാൻ എത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. താൻ നന്നായിട്ടൊന്ന് ആലോചിക്ക്. ഞാൻ വേണമെങ്കിൽ എന്റെ പേരൻസിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരാം. സിദ്ധാർത്ഥ് അതുകൂടി പറഞ്ഞതോടെ ആരോഗ്യയുടെ ദേഷ്യം അതിന്റെ നെറുകയിലെത്തി. സാറിനെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ തന്നെ സാറിനെ പോലെയൊക്കെ ഇത്രയും വലിയൊരാള് എന്ത് കണ്ടിട്ടാണ് എന്റെ പിന്നാലെ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ തരത്തിലുള്ള ഒരുപാട് പെൺകുട്ടികളെ വേറെ കിട്ടും. ദേവി ഇതെന്നെ വിട്ടേക്ക്. അതുമാത്രമല്ല, ഒറ്റ കാഴ്ചയിൽ ഇഷ്ടം തോന്നി പിന്നീട് അതും പറഞ്ഞ് പിന്നാലെ നടക്കുക, ഇതൊക്കെ കുറിച്ച് ചീപ്പല്ലേ സർ? ആരോഹി പറഞ്ഞതും സിദ്ധാർത്ഥിന്റെ മുഖം വല്ലാതായി. അത് കാണെ ആരോഹിക്കും തോന്നിപ്പോയി താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയോന്ന്. എങ്കിലും പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണവൾ. സർ, കുറച്ച് ദിവസങ്ങൾ എടുത്താൽ മാഞ്ഞു പോകാൻ പാകത്തിൽ ഒരു താല്പര്യമായിരിക്കും സാറിന് എന്നോട് തോന്നിയിരിക്കുന്നത്. ദേവി ഇതതിനെ ഒരു റിലേഷൻഷിപ്പാക്കി വലിയ വലിയ ബന്ധങ്ങളിലേക്കൊന്നും വലിച്ചിടരുത്. അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ ആരോഹി നേരെ അക്ഷിതിന്റെ അടുത്തേക്ക് ചെന്നു. അല്പം മാറി ഫോണിൽ നോക്കി അതീവ ഗൗരവത്തോടെ നിൽക്കുവാണ് അക്ഷി. ഞാൻ പോകുന്നു. ദേഷ്യം കടിച്ചമർത്തി ആരോഗ്യ പറഞ്ഞതും അക്ഷി കാര്യം മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി. താൻ എവിടേക്ക് പോകുന്നു എന്നാ പറഞ്ഞത്? ഓഫീസിൽ വന്ന് പഞ്ച് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇത്ര വേഗം താൻ മറന്നുപോയോ? ഞാനിത് മറന്നിട്ടൊന്നുമില്ല സർ. ഞാൻ ബസ്സിലോ മറ്റോ വന്നോളാം. പെട്ടെന്ന് ആരോഗ്യത് പറഞ്ഞതും അക്ഷിത് അവളെ നോക്കി. ഒപ്പം അവന്റെ കണ്ണുകൾ 4 പാട് സഞ്ചരിച്ചു. അവൾ അവിടെ നിൽക്കുന്നു. അവരുടെയൊക്കെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് തെന്നിമാറി തങ്ങളിലേക്ക് നീളുന്നുണ്ട്. മാളിന്റെ ഒത്ത നടുക്കുള്ള വലിയ തൂണിന് സൈഡിൽ നിന്നുകൊണ്ട് ആരോഹിയുടെയും അക്ഷിയുടെയും സംസാരം. നോക്കാരോഹി, ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നത്. വെറുതെ ഇവിടെ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം വരാൻ നോക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം.
അക്ഷയ് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആരോഹിയും ആ സാഹചര്യത്തെപ്പറ്റി ഓർത്തത്. അവൾ ഒന്നും മിണ്ടാതെ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടന്നു. പിന്നാലെ അക്ഷിതും. കാറിൽ കയറിയിരുന്നതും അക്ഷിത് ആരോഹിയോട് ചോദിച്ചു, എന്താ തന്റെ പ്രശ്നം? താൻ എന്തിനാ ആവശ്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനിത് അങ്ങോട്ടല്ലേ സർ ചോദിക്കേണ്ടത്? സാർ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ലൈഫിൽ ആവശ്യത്തിനധികം പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം സാർ ആരാണ് എനിക്ക് കല്യാണം ആലോചിക്കാൻ? അന്ന് സാറിന്റെ ഫ്രണ്ട് സിദ്ധാർത്ഥിനെ പറ്റി എന്നോട് പറഞ്ഞ സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നീട് എന്തിനാണ് വീണ്ടും അതും പറഞ്ഞ് സുഹൃത്തിനെ എന്റെ അടുത്തേക്ക് തന്നെ വിടുന്നത്? ആരോഹി പറഞ്ഞു തുടങ്ങിയതും അക്ഷിതിനും ദേഷ്യം വന്നു. താൻ എന്തോ ഇന്റൻഷനലി അവളെ സിദ്ധാർത്ഥിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ചിന്തയാണ് അവൾക്കെന്ന്. നോക്കാരോഹി, താൻ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കണമെന്നും എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. താൻ ആരെ വിവാഹം കഴിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. പിന്നെ സിദ്ധാർത്ഥ് തീർത്തും യാദൃശ്ചികമായിട്ടാണ് മാളിൽ വെച്ച് നമ്മളെ കണ്ടത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു തന്നോട് 5 മിനിറ്റ് സംസാരിക്കണമെന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മാറി തന്നത്. അല്ലാതെ താൻ കരുതുന്നത് പോലെ യാതൊരു ഇന്റൻഷനും തന്റെ കാര്യത്തിൽ എനിക്കില്ല. അക്ഷിത് പറഞ്ഞിട്ട് അല്പനേരം ആരോഗ്യെ നോക്കിയെങ്കിലും അവൾ മിഴികളടച്ച് സീറ്റിൽ തലചാരി അതേ ഇരിപ്പിരിക്കുകയാണ്. പിന്നീട് അവനൊന്നും പറയാതെ വണ്ടി മുന്നോട്ടെടുത്തു. ആരോഹി സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ട് തന്നെ വണ്ടിക്കുള്ളിൽ അലാറം മുഴങ്ങുന്നുണ്ടായിരുന്നു. താൻ സീറ്റ് ബെൽറ്റ് പിടിച്ചിടാൻ നോക്ക്. വണ്ടിക്കറിയില്ലല്ലോ താൻ ദേഷ്യത്തിലാണെന്ന്. അക്ഷിത് പറഞ്ഞതും ആരോഹി കലിയോടെ അവനെ നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കാനല്ല പറഞ്ഞത്, സീറ്റ് ബെൽറ്റ് പിടിച്ചിടാനാണ്. അവൻ പറഞ്ഞത് കേട്ടിട്ടും അവൾ ദേഷ്യത്തിൽ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു. പിന്നീട് ഓഫീസ് എത്തുന്നതുവരെ ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഓഫീസിന്റെ പാർക്കിങ്ങിലേക്ക് വണ്ടി കയറിയതും ആരോഹി ധൃതിയിലിറങ്ങി പഞ്ച് ചെയ്ത് അക്ഷിതിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. ആകാശം ഒരു മഴയ്ക്കുള്ള വട്ടം കൂട്ടുന്നുണ്ട്. വെളുത്ത മേഘങ്ങളിൽ കറുപ്പ് പടർന്നു. അടുത്ത നിമിഷം മഴ പെയ്യും എന്നൊരവസ്ഥയിലാണ് അന്തരീക്ഷം. രാവിലെയും മഴയായിരുന്നതുകൊണ്ട് തന്നെ ആരോഗ്യ കുടയും കയ്യിൽ കരുതി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പതിവ് ബസ്സുകളെല്ലാം പോയതിൽ തന്നെ ഇനി അടുത്ത ബസ് എപ്പോഴാണെന്ന് അവൾക്കറിയില്ല. വെയിറ്റിംഗ് ഷെഡിൽ ആളുകൾക്ക് ഇരിക്കാനായി കെട്ടിയ ഇരിപ്പിടത്തിലേക്ക് അവളിരുന്നു. വല്ലാത്തൊരു മനസ്സുമായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയോടെ ഇരിക്കുന്ന അവളുടെ മുമ്പിലൂടെ അക്ഷിതിന്റെ കാറ് ചീറിപ്പാഞ്ഞു പോകുന്നത് അവൾ കണ്ടു. അക്ഷിത് കണ്ടിരുന്നു വെയിറ്റിംഗ് ഷെഡിൽ ആലോചനയോടെ ഇരിക്കുന്ന ആരോഗ്യയെ. വണ്ടി നിർത്താനോ അവളോട് ഡ്രോപ്പ് ചെയ്യാനോ എന്നും ചോദിക്കാനും അവനും തോന്നിയില്ല. മാളിൽ വെച്ചുള്ള അവളുടെ പെർഫോമൻസ് ഓർക്കെ അക്ഷിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അക്ഷയ് ഒരു കാം ആൻഡ് ക്വയറ്റായ പേഴ്സൺ ആണ്. പക്ഷെ അവന് ദേഷ്യം വന്നാൽ പിന്നെ അവനെ പിടിച്ചാ കിട്ടില്ല. ദേഷ്യം വരുന്നതിന് മുന്നോടിയായി അവനിൽ ഒരു ശാന്തതയുണ്ട്. അതിനെയാണ് ഏറെ ഭയക്കേണ്ടതെന്ന് അവനെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കും അവന്റെ വീട്ടുകാർക്കും മാത്രം അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അവന് ആ ശാന്തതയും ഏതു നേരവും ആരോഹിയിലേക്ക് ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചേക്കാവുന്ന തരത്തിലുള്ള ഒരു ശാന്തത. ഒരു തരത്തിൽ ചിന്തിച്ചാൽ ആരോഹിയിലും ശരിയുണ്ട്. മനസ്സുകൊണ്ട് ഒരു വിവാഹത്തിന് പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ തന്നിലേക്ക് അടുക്കുമ്പോൾ എന്തു പേരിട്ട് വിളിക്കണം എന്നറിയാത്ത ഒരു വികാരമാണ് അവളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി ആരോഹി ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഫോണിലേക്ക് വസുത വിളിച്ചത്. മോളെ, നീ വരാൻ താമസിക്കുവോ? പതിവ് സമയം കഴിഞ്ഞ് ആരോഗ്യെ കാണാത്തത് കൊണ്ട് വിളിച്ചതായിരുന്നു അവർ. അമ്മ, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ ഞാൻ ദാ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ബസ്സുകളൊന്നും വരുന്നില്ല. കുറച്ച് നേരായിട്ട് ഇവിടെ ഇരിപ്പാ. ചിലപ്പോ ഞാൻ അല്പം കൂടി താമസിക്കൂ കേട്ടോ. ശരി മോളെ, സൂക്ഷിച്ചു വാ. അതും പറഞ്ഞ് വസുത ഫോൺ വെച്ചു. പിന്നെയും അല്പസമയം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അവൾക്ക് പോകാനുള്ള ബസ് വന്നത്. ബസ്സിൽ കയറി ബസിന്റെ കമ്പിഴകളിൽ തലചാരി ഇരുന്നപ്പോഴേക്കും മഴത്തുള്ളികൾ ഒന്നൊന്നായി ഭൂമിയെ പൊതിഞ്ഞു തുടങ്ങിയിരുന്നു. ബസിന്റെ ഷട്ടർ താഴ്ത്തിയിട്ട് അവളിരുന്നു. വണ്ടിയിൽ ആകമാനം ഇരുട്ട് പടർന്നു. അവൾക്ക് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. കാര്യം എന്തെന്നറിയാതെ ഒരു വേദന ഉള്ളിൽ പടരുന്നത് പോലെ. മറക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച പലതും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലെ ഒരു തോന്നൽ. എല്ലാവരുടെയും മുമ്പില് എത്ര കണ്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാലും
ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയായി പൊരുത്തപ്പെട്ടു വരാൻ അവളുടെ മനസ്സിനും സമയം വേണം. ഓരോന്നൊക്കെ ആലോചിച്ചും ചിന്തിച്ചും ഇരിക്കെ ഇറങ്ങാൻ അവൾക്കുള്ള സ്റ്റോപ്പെത്തി. മഴയുടെ ശക്തി കൂടിയതുകൊണ്ട് തന്നെ കുട നിവർത്തി പിടിച്ച് നടന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ലായിരുന്നു. വീശി അടിച്ച കാറ്റിൽ ചെരിഞ്ഞു പെയ്ത മഴ അവളെ പൂർണ്ണമായും നനച്ചു എന്ന് വേണം പറയാൻ. അപ്പോഴാണ് താൻ അക്ഷിയുടെ കാറിൽ മറന്നുവെച്ച സാരിയെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത്. ശോ! അവൾ തലക്കടിച്ചു. വീട്ടിലേക്ക് അവൾ കയറി ചെല്ലുമ്പോ ഉമ്മറത്ത് തന്നെ അവളെയും കാത്ത് വഴിക്കണ്ണുമായി വസുതയുണ്ടായിരുന്നു. മൊത്തം നനഞ്ഞല്ലോ മോളെ, അവളെ നോക്കിക്കൊണ്ടവർ ചോദിച്ചു. ആരോഹി പതിയെ പടിയിലിട്ടിരുന്ന ചവിട്ടിയിലേക്ക് കയറി നിന്നു. സാരമില്ല, നീ വേഗം ഒന്ന് അകത്തേക്ക് കയറിപ്പോ. നനഞ്ഞ വേഷം മാറും, ഇല്ലെങ്കിൽ വല്ല അസുഖം വരും. വസുത പറഞ്ഞതിന് പിന്നാലെ അവൾ അകത്തേക്ക് കയറി. മഴയിൽ കുതിർന്ന സാരി മുഴുവൻ ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ചു പോയിരുന്നു. സാരി ഊരി മാറ്റിക്കൊണ്ടവൾ ഹീറ്റർ ഓണാക്കി ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചിറങ്ങി. അപ്പോഴാണ് അവൾക്ക് നേരിയൊരു ആശ്വാസം തോന്നിയത്. മനസ്സിനൊരു സമാധാനമില്ലാത്തതുപോലെ തോന്നിയതും ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ പുറത്ത് അലച്ചു തല്ലിപ്പെയ്യുന്ന മഴ കണ്ടതും ആ തീരുമാനം അങ്ങ് സൗകര്യപൂർവ്വം. വസുത അപ്പോഴേക്കും അവൾക്കുള്ള ചായ കയ്യിലേക്ക് കൊടുത്തിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമെല്ലാം വസുത ആരോഗ്യത്തിനെ നോൽക്കുന്നുണ്ട്. എന്തോ കാര്യമായ ചിന്തയിലാണ് ആള്. മനസ്സിവിടെ എങ്ങുമല്ല. വസുത ചിന്തിച്ചു. പക്ഷേ അവരൊന്നും ചോദിച്ചില്ല. അച്ഛനോടമ്മേ, അച്ഛനെ കണ്ടില്ലല്ലോ. പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണർന്നതുപോലെ ആരോഗ്യ ചോദിച്ചതും വസുത പറഞ്ഞു. അച്ഛൻ ഉച്ച കഴിഞ്ഞപ്പോ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയതാ. അച്ഛനേതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. വരാൻ അല്പം താമസിക്കുമെന്ന് പോകുമ്പോ തന്നെ പറഞ്ഞായിരുന്നു. ആണോ? മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളൂ ആരോഹി. വീട്ടിലേക്ക് പോകുമ്പോൾ അക്ഷിതിനും വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അവന്റെ ദേഷ്യം മുഴുവൻ അവൻ തീർത്തത് അവന്റെ ഡ്രൈവിംഗിലായിരുന്നു. നല്ല മഴ പെയ്തു. നനഞ്ഞു കിടക്കുന്ന റോഡായിരുന്നിട്ട് കൂടി വേഗത അല്പം പോലും കുറയ്ക്കാതെ അതീവ ദേഷ്യത്തിലാണ് അക്ഷി വണ്ടി ഓടിച്ചത്. ഒരിരമ്പിലൂടെ അവന്റെ കാറ് പോർച്ചിലേക്ക് ചെന്ന് നിന്നു. ഡോർ തുറന്ന് ഇറങ്ങാൻ തുടങ്ങിയ സമയത്താണ് അവന്റെ കണ്ണിൽ ഒരു കവർ കണ്ടത്. ആരോഹി ഇരുന്ന സീറ്റിന് താഴെ ഫ്ലോറിൽ ചാരി വെച്ചിരിക്കുകയാണത്. അപ്പോഴാണ് അക്ഷിതിന് ഓർമ്മ വന്നത് ആരോഹി വാങ്ങിയ സാരിയാണതെന്ന്. വണ്ടിയിൽ നിന്നിറങ്ങി ദേഷ്യത്തിൽ പോകുന്ന വഴി അവളതെടുക്കാൻ മറന്നതാകുമെന്ന് അവൻ ഊഹിച്ചു. എന്തോ അത് കാറിൽ തന്നെ വെച്ചിരിക്കാൻ അവന് തോന്നിയില്ല. അവൻ അതും കയ്യിലെടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അന്ന് പതിവില്ലാത്ത വിധം അക്ഷി അകത്തേക്ക് ചെല്ലുമ്പോ ഓർമിളയും അനന്യയും അല്ലിയും ആനന്ദനും എല്ലാവരും ലിവിംഗ് റൂമിലുണ്ടായിരുന്നു. കയ്യിൽ ഷോപ്പ് ചെയ്ത കവറുമായി അകത്തേക്ക് വന്ന അക്ഷിതിനെ ഓർമിളയും അനന്യയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. സാധാരണ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൻ കയ്യിൽ കരുതാറില്ല. മിക്കപ്പോഴും ലാപ്ടോപ്പ് ബാഗാകും അവന്റെ കയ്യിൽ കാണാറുള്ളത്. മാത്രമല്ല കവറിൽ എഴുതിയിരിക്കുന്ന പേരിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു. ദി കംപ്ലീറ്റ് വുമൺ സ്റ്റോർ എന്ന ടാഗ് ലൈനോട് കൂടിയ ആ കടയുടെ പേര് കണ്ടതും അനന്യയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ തെളിഞ്ഞു. എന്താ ഇട്ട കവറിൽ? അല്ലി അക്ഷിതിനടുത്തേക്ക് വന്നു. ഉത്തരവറിയാനായി അല്ലിയെപ്പോലെ ഊർമിളയും അനന്യയും ചെവി വട്ടം പഠിച്ചു നിന്നു. അത് ഏട്ടന്റെ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ട് കാറിൽ മറന്നു വെച്ചു പോയതാ, നാളെ കൊണ്ട് കൊടുക്കണം. അക്ഷി അതും പറഞ്ഞുകൊണ്ട് പടികൾ കയറാൻ തുടങ്ങിയതും അനന്യ ഇരുന്നിടത്തു നിന്ന് ചാടി എണീറ്റു. ആരോഹി എന്നായിരിക്കുമല്ലേ ആ ഫ്രണ്ടിന്റെ പേര്? അക്ഷിക്ക് അങ്ങനെ പെൺസുഹൃത്തുക്കൾ ഒന്നുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവന്റെ സുഹൃത്തുക്കൾ കൂടുതലും ആൺകുട്ടികളാണ്. ആകെ അവന് പരിചയമുള്ള പെണ്ണുങ്ങൾ അവന്റെ PS ആയിട്ട് വരുന്നവരൊക്കെയാണ്. അനന്യയുടെ ആ സംസാരം കേട്ടതും അക്ഷിതിന് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം തിങ്ങി നിറഞ്ഞ മുഖവുമായി അവൻ അനന്യയ്ക്ക് നേരെ നോക്കി. ഒരു വേള അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട ക്രൗര്യം അനന്യയും ഭയപ്പെടുത്തി. അവൾ രണ്ടടി പിന്നോട്ട് നീങ്ങി നിന്നു. ഊർമിള അറിയാതെ തലയ്ക്ക് കൈ കൊടുത്തുപോയി. ഈ അനന്യയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന അർത്ഥത്തിൽ. അക്ഷിത് അനന്യയ്ക്ക് അടുത്തേക്ക് നടന്നു. എന്താ നിന്റെ പ്രശ്നം? എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം അതാരുടേതാണെങ്കിലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. മേലിൽ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നേക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾക്ക് നേരെ താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് അക്ഷി മുകളിലേക്ക് കയറിപ്പോയി. അവന്റെ ആ പോക്ക് നോക്കി നിൽക്കുകയാണ് അല്ലി. പെട്ടെന്ന് തന്നെ അവൾ അനന്യക്ക് അടുത്തേക്ക് ചെന്നു. ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാ? എത്ര പ്രാവശ്യം അക്ഷയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന്. പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ഏട്ടനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത്?
അപ്പൊ നീ ചോദിച്ചതോ? അനന്യ അലിയൻ തിരികെ ചോദിച്ചു. ഞാൻ എന്താ ഏട്ടാ കവറിൽ നിന്നല്ലേ ചോദിച്ചുള്ളൂ. അല്ലാതത് ആരുടേതാണെന്നോ എന്തിനു വാങ്ങിയതാണെന്നോ അങ്ങനെ കുത്തിക്കഴിഞ്ഞ് ചോദിക്കാൻ നിന്നോ? എത്ര പറഞ്ഞാലും ഈ ചേച്ചിക്ക് എന്ത് തലയിൽ കയറാത്തത്? അലി ഊർമിളയെ നോക്കി. ഏട്ടന് ദേഷ്യം വന്നാ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അങ്ങനെയുള്ള കൂടുതൽ ചോദ്യങ്ങൾ? സാഹചര്യങ്ങൾ ഓരോന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് മറുപടിക്ക് പോലും കാത്തു നിൽക്കാൻ തയ്യാറാകാതെ അല്ലി അവളുടെ റൂമിലേക്ക് പോയി. അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം കേട്ട് ഒരു നെടുവീർപ്പോടെ ഇരിക്കുകയാണ് ആനന്ദ്. അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും അധികം സംസാരിക്കാറുള്ള ആളല്ല. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ആളുടെ വായ അടപ്പിക്കാനുള്ള കഴിവുമുണ്ട് അയാളുടെ ചോദ്യങ്ങൾക്ക്. അനന്യയുടെ നിൽപ്പ് കണ്ട് പാവം തോന്നി ഊർമിള ആനന്ദന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടോ ആനന്ദേട്ടാ, അക്ഷയുടെ ദേഷ്യം കണ്ടോ? അവൻ എന്തിനാ ഇങ്ങനെ വീട്ടിലുള്ളവരോട് ദേഷ്യം കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അനന്യ എന്താ ചോദിച്ചേ? അത് ആരോഗ്യയുടേതാണോന്നല്ലേ ചോദിച്ചുള്ളൂ. അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? മറുപടി പറഞ്ഞാ പോരെ? തഞ്ചത്തിലാണ് ഊർമിള ചോദിക്കുന്നത്. ആനന്ദം പതിയെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അനന്യെ, ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു സംഭാഷണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് പിന്നെ അച്ഛാ, ഞാൻ അനന്യ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് കേട്ടതും ആനന്ദൻ കൈയുയർത്തി അവളെ തടഞ്ഞു. ഞാൻ ചോദിച്ചതിന് ഉത്തരം മാത്രം മതി എനിക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അക്ഷയോട് അങ്ങനെയൊക്കെ ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഓരോ മനുഷ്യരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. എല്ലാം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അച്ഛാ, ഞാൻ പെട്ടെന്ന് തോന്നിയൊരു സംശയത്തിന്റെ പുറത്ത് ചോദിച്ചതാണ്, അനന്യ പറഞ്ഞു. അനന്യ, നീ ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. പിന്നെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ആ സാഹചര്യവുമായിട്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ആളും തരവും നോക്കി വേണം എപ്പോഴും സംസാരിക്കാൻ. ആ പോയ അക്ഷിത് നിന്റെ ചേട്ടനാണ്. നിന്നേക്കാളും ഒരുപാട് വയസ്സിന് മൂത്തത്. അതുകൊണ്ട് അവനോട് സംസാരിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ആ ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഇനി മേലിൽ നീ അവനോട് തട്ടിക്കേറി സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ മറുപടി പറയുന്നത്. ആനന്ദം പറഞ്ഞതും അയാളെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് അനന്യ പെട്ടെന്ന് തന്നെ അവളുടെ മുറിയിലേക്ക് പോയി. എന്തോ ആനന്ദിന്റെ ആ സംസാരം ഊർമിളയ്ക്ക് തീരെ പിടിച്ചില്ല. എങ്കിലും ഉള്ളിലെ അമർഷം പുറത്തു കാണിക്കാതെ അവർ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും ആനന്ദൻ അവരെ പിന്നിൽ നിന്ന് വിളിച്ചു. ഊർമിളെ, മക്കൾക്ക് വക്കാലത്തുമായി വരുമ്പോ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അനന്യയോട് ഞാൻ പറഞ്ഞത് നിനക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. താക്കീതോട് അത്രയും പറഞ്ഞുകൊണ്ട് ആനന്ദൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. തുടരും. ഒരു പാർട്ട് കൂടി തന്നിട്ടുണ്ട്. സപ്പോർട്ട് തരാൻ മറക്കല്ലേ. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.